മാസപ്പടി കേസിൽ നിർണായ ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങി ഇഡിയും CMRL സുതാര്യമല്ലാത്ത നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇഡി. CMRL എക്സാലോജിക് ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. കേസിൽ CMRL MDയെ ഇഡി ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ 135 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രധാനമായും ഇഡി അന്വേഷണം. ഇതിനൊപ്പം CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് IT സൊല്യൂഷൻസും തമ്മിൽ നടന്ന പണമിടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നോ എന്നും സേവനങ്ങൾ സ്വീകരിക്കാതെ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി പണം കൈമാറിയിട്ടുള്ള മറ്റ് 12ഓളം കമ്പനികളും കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ROCയുടെ തൽസ്ഥിതി റിപ്പോർട്ട് അനുസരിച്ച് 103 കോടി രൂപയുടെ കള്ളക്കണക്കാണ് CMRL രേഖകളിൽ കാണിച്ചത്. 2012, 2013 മുതൽ 2018, 2019 വരെ മാലിന്യം നീക്കൽ, ഗതാഗത ചെലവ് എന്നിവയിലാണ് കള്ളക്കണക്ക് കാണിച്ചിരിക്കുന്നത്. ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താവുന്ന മൊഴികളായിരുന്നില്ല CMRL MDയും ഉദ്യോഗസ്ഥരും ഇഡിക്ക് നൽകിയത്. കള്ളക്കണക്കുകളിൽ കാണിക്കാത്ത പണം സംബന്ധിച്ച ദുരൂഹതയായിരുന്നു SFIOയും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്നും രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയോ എന്നും സംശയമുണ്ടെന്ന് SFIO കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിന് സഹായകരമായ വിവരങ്ങൾ ഇഡി SFIOയിൽ നിന്നും തേടും. ഇതോടൊപ്പമാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളും നടക്കുക. ജനം, കൊച്ചി.